വൈഫിൻ്റെ അന്നത്തെ അവസ്ഥയെന്ന് പറയുന്നത് ഒരു മനുഷ്യനും വൈഫിനെ കണ്ടാൽ കരയാത്ത ആരും തന്നെ കാണത്തില്ല. കാരണം ശ്വാസമുട്ടൽ അനുഭവപ്പെടും. ഒരു അട്ട എങ്ങനെ ചുരുളുന്നോ അതുപോലെ ചുരുണ്ട് ദീർഘശ്വാസം എടുക്കാൻ പറ്റാതെ വാവിട്ട് നിലവിളിക്കുന്ന ഒരവസ്ഥ എൻ്റെ വൈഫിൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാനും ഇപ്പുറത്ത് മാറി നിന്ന് കരയും. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളാണ്. അന്ന് കുഞ്ഞുങ്ങൾ, മൂത്ത മകൻ 7ാം ക്ലാസ്സിലും മകൾ 4ാം ക്ലാസ്സിലും പഠിക്കുന്നു. കുഞ്ഞുങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് കരയും, ഞാൻ ഇപ്പുറത്ത് നിന്ന് കരയും. കാണുന്നവരെല്ലാം കരയല്ലാതെ എന്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥ എൻ്റെ ജീവിത പങ്കാളിയുടെ ശരീരത്തിലുണ്ടായി. ഹാർട്ടിന്റെ ആവരണത്തിൽ ഒരു വെള്ളക്കെട്ടുണ്ടാകുകയും അത് ടെസ്റ്റ് ചെയ്തപ്പോൾ 2022 മെഡിക്കൽ സയൻസിൽ പറയുന്നത് പെരിക്കാർഡിയൽ എഫ്യൂഷൻ എന്ന് പറയും. അപ്പോൾ അതിനുശേഷം അത് കുത്തിയെടുത്ത് അതിന്റെ പരിശോധനയ്ക്ക് വിട്ടപ്പോൾ ഈ ഹാർട്ടിന്റെ ആ വെള്ളത്തിനകത്ത്, ആ ആവരണത്തിലുള്ള ഉള്ളിലെ വെള്ളത്തിനകത്ത് ക്യാൻസറിന്റെ പ്രസൻസ് ഉണ്ടെന്ന് മനസ്സിലായി. തലേ ദിവസം രാത്രി വന്ന് ഡോക്ടർമാർ കുറേ പേര് വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ഇതിനോട് പറഞ്ഞ് എല്ലാം പറഞ്ഞതല്ലേ, റിസ്ക് ആണ്, ഞങ്ങൾ പിന്നെ റിസ്ക് എടുത്ത് അങ്ങ് ചെയ്യാന്ന് കരുതിയതാ, എല്ലാ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ട്, മോളോട് പറഞ്ഞോന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. അപ്പം എന്നോട് പറഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വെന്റിലേറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം വെന്റിലേറ്റർ കയറുന്നവരെ മരിച്ചോ എന്നുള്ള അവസ്ഥയുള്ളവരെ ആ വെന്റിലേറ്റർ കയറ്റുന്നതെന്ന് എനിക്കിങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്തു. അനിയത്തിയെ വിളിച്ചിട്ട് അനിയത്തിയോട് പറഞ്ഞു, കുഞ്ഞുങ്ങളോട് പറയണം 9 മണിക്ക് എന്നെ ഓപ്പറേഷൻ തീറ്റി കയറ്റി അവരോട് പ്രാർത്ഥിക്കാൻ പറയണത് പറയും. കുഞ്ഞുങ്ങളും അനിയത്തിന്റെ മോനും ഇവരും എന്നോട് അവള് പറഞ്ഞു 9 മണിയായപ്പോ കുഞ്ഞുങ്ങൾ 3 പ്രാർത്ഥിക്കാൻ എനിക്ക് വരുന്നത്. ആ സമയങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളില്ല. അങ്ങനെ എൻ്റെ വൈഫിൻ്റെ അനിയത്തി കട്ടപ്പനയ്ക്കപ്പുറത്ത് ചേറ്റുകുഴിയിലാണ് താമസിക്കുന്നത്. എൻ്റെ മകനെയും മകളെയും അവിടേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ വേറൊരു സ്ഥലത്തും. ദിവസവും വൈഫ് കരച്ചില, കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുന്നില്ല. ഫോണിലൂടെ അവരുടെ ശബ്ദം കേൾക്കുമ്പോഴേ നെഞ്ചു പിടയുന്ന അവസ്ഥയാണ്. എൻ്റെ കർത്താവ് തൻ്റെ മക്കളെ കൈവിടത്തില്ലെന്ന്, ഉപേക്ഷിക്കത്തില്ലെന്ന്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് ഇറങ്ങി നിൽക്കുന്ന ഒരു അത്ഭുതകരമായ സാക്ഷ്യം. അന്ന് ആ ദൈവദാസൻ എന്തു പറഞ്ഞു, ടിനൂർ ജോർജ് പാസ്റ്ററിലൂടെ എന്താണോ അന്ന് ദൈവം സംസാരിച്ചത് അതുപോലെ ഒരു റിസൾട്ട്. യൂട്രസിലും ഓവറിയിലും ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്ത് ഞങ്ങളുടെ കയ്യിൽ തന്നതായ റിസൾട്ടിൽ യൂട്രസിലും ഓവറിയിലും ക്യാൻസർ ഇല്ല എന്ന ഒരു റിസൾട്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് തരുവാനിടയായി. ഈ മെഡിക്കൽ റിപ്പോർട്ട് വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാകുന്നത് ഇറ്റ്സ് സൂപ്പർ നാച്ചുറൽ മിറക്കിൾ. അതല്ലാതെ എനിക്ക് വേറൊരു വാക്ക് പറയാനില്ല. കാരണം ഈ ഡിസ്ചാർജ് സമ്മറിയുടെ ആദ്യത്തെ 4 സെന്റൻസ് ക്യാൻസർ ഉണ്ട് എന്നുള്ള പക്ക രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. വ്യക്തമായി ഇവർ എഴുതിയിരിക്കുകയാണ്. ഇവരെല്ലാം റിപ്പോർട്ട് സഹിതം ഡീറ്റെയിൽഡ് ഡിസ്ചാർജ് സമ്മറിയാണ് തന്നിരിക്കുന്നത്. പക്ഷേ ആ പ്രെയർ കഴിഞ്ഞതിന് ശേഷം, സർജറിക്ക് ശേഷം ഇവരിതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എല്ലാ റിസൾട്ടിന്റെയും സൈഡിൽ ഒരു ഹൈഫൺ ഇട്ടിട്ട് നിൽ നിൽ നിൽ